സൈലൻസ്. റെഡിയല്ലേ മക്കളെ? റോൾ ക്യാമറ. ആക്ഷൻ. ക്ഷീണമൊക്കെ പോയി. എന്നമ്മച്ചി സമയം പോലെ കഴിക്ക. ആ, നീ ഇവിടെ ഇരുന്നേടാ തോമസ് മോനെ. എന്നെ അമ്മച്ചി? അതെ, വിശുദ്ധ ഡൊമിനിക് സാവിയെ കുറിച്ച് മോൻ അറിയാവോ? അത് മെറീന സിസ്റ്റർ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. നല്ല കാര്യം. വിശുദ്ധ ഡോൺ ബോസ്കോയെ പറ്റി മോൻ കേട്ടിട്ടുണ്ടോ? കട്ട്. പെർഫെക്റ്റ്. സുവിശേഷവും സുവിശേഷ മൂല്യങ്ങളും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തിക്കുക എന്നതാണ് ഏതൊരു ക്രൈസ്തവൻ്റെയും ധർമ്മവും കടമയും. അതിന് വ്യത്യസ്ത മാനങ്ങൾ അവന് ഉപയോഗിക്കാവുന്നതാണ്. ഈ അടുത്ത കാലത്ത് വത്തിക്കാൻ കാര്യാലയത്തിൽ നിന്ന് ഫ്രാൻസിസ് മാപ്പാപ്പ ആഹ്വാനം ചെയ്തത് നവ സുവിശേഷവൽക്കരണത്തിന് നൂതനമായ മാർഗങ്ങൾ, പ്രത്യേകിച്ച് സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ നമുക്ക് അധികമായി ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. ഈ മേഖലയിൽ ഏറ്റവും ഫലവത്തായ രീതിയിൽ പ്രവർത്തിക്കുന്നത് സിനിമ എന്ന മാധ്യമമാണ്. ജനങ്ങളുമായി ഒരാശയം സംവദിക്കാൻ സിനിമയോളം ശക്തമായ മറ്റൊരു മാധ്യമമില്ല. സിനിമാ രംഗത്ത് സ്ത്രീ സംവിധായകരുടെ എണ്ണം വളരെ വിരളമാണ്. അതിൽ തന്നെ സന്യാസിനികളുടെ എണ്ണം പറയണ്ടല്ലോ. എന്നാൽ ഈ രംഗത്ത് ചുവടുറപ്പിച്ച ഒരു സന്യാസിനിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. സിസ്റ്റർ ജിയ MSJ, മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെൻറ്റ് ജോസഫ് സഭാംഗവും മലബാർ പ്രൊവിൻസിലെ അംഗവും ഇപ്പോൾ കോതമംഗലത്തുള്ള ജനറലേറ്റിൽ സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾ മീഡിയ സെക്ഷൻ അവിടെ സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്ന സിസ്റ്റർ ജിയ MSJ ആണ് നമ്മളിന്ന് പരിചയപ്പെടുന്ന സിനിമാ സംവിധായകയും കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സന്യാസിയും. സിസ്റ്ററിനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. സിസ്റ്ററെ, സ്വാഗതം. താങ്ക് യു. സിസ്റ്റർ, നമുക്ക് മുഖവിരയില്ലാതെ വിഷയത്തിലേക്ക് വരാം. വളരെ വ്യത്യസ്തമായൊരു ചുവടുവയ്പ്പാണ് സിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരു സിനിമ നിർമ്മിക്കുക എന്ന് പറയുന്നത്, അതൊരു സന്യാസി. ദാരിദ്ര്യം, കന്യാവ്രതം, അനുസരണം, ഈ 3 വ്രതങ്ങൾ എടുത്തുകൊണ്ടാണ് ഒരു സന്യാസിനി സഭയിൽ അംഗമാകുന്നത്. അതിനാൽ തന്നെ ഇത് നമുക്ക് ചുറ്റും ഒരു അതിർവരമ്പ്, ഒരു ബൗണ്ടറി ലൈൻ വരയ്ക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നോമ്പുകാല സന്ദേശമായിട്ട് മാർപ്പാപ്പ പറഞ്ഞതേ നമ്മുടെ ആഗ്രഹങ്ങളെ പരിമിതപ്പെടുത്തണമെന്നാണ്. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾ സിസ്റ്റർ സിനിമ പിടിക്കാനൊക്കെ പോകുമ്പോൾ ഇത് പരിമിതപ്പെടുത്തുന്നതിന് പകരം നമ്മുടെ അതിർത്തിരേഖ ലംഘിച്ച് സിസ്റ്റർ പോകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം വരുന്നു. ഒരിക്കലും സന്യാസത്തിൻ്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടല്ല നമ്മൾ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ഈ സിനിമ മറ്റു മാധ്യമങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ നമ്മൾ ഇടപെടുന്നുണ്ടെങ്കിൽ തന്നെ സന്യാസത്തിൻ്റെ ലക്ഷ്യം തന്നെ ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ കൊടുക്കുവാൻ വേണ്ടി നമ്മളും നവമാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സന്യാസ സ്വാതന്ത്ര്യം ഇതിനെ നമ്മൾ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും നമുക്കതിന് ഒരു ഫ്രീഡം നൽകുകയും ചെയ്തിട്ടുണ്ട്. സിസ്റ്റർ ഇപ്പോൾ സന്യാസ സ്വാതന്ത്ര്യം എന്നൊരു വാക്ക് ഉപയോഗിച്ചു. അതെന്നെ അത്ഭുതപ്പെടുത്തി. സന്യാസത്തിൽ എന്ത് സ്വാതന്ത്ര്യമുള്ളത്? ഇന്നത്തെ ലോകത്തിൻ്റെ ചിന്താഗതിയിൽ സന്യാസം ഒരു അടിച്ചമർത്തലോ അതല്ലെങ്കിൽ ഒരു ബന്ധനാവസ്ഥയോ എന്നൊരു തെറ്റിദ്ധാരണ പടർന്നിട്ടുണ്ട്. സന്യാസ സ്വാതന്ത്ര്യം അത് വലിയൊരു ആത്മീയ സന്തോഷമാണ് ഞങ്ങൾക്ക് സന്യസ്തരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തരുന്നത്. പ്രത്യേകിച്ച് അനുസരണ വ്രതം എന്ന് പറയുമ്പോൾ ഇന്ന് സമൂഹം നോക്കിക്കാണുന്നത് എന്തോ ഒരു കൂച്ചുവിലങ്ങായിട്ടാണ് അനുസരണ വ്രതത്തെ കാണുന്നത്. ഡിസിപ്ലിൻ അത്രയേ ഉള്ളൂ. നമ്മളൊരു കൊച്ചിനെ LKG ക്ലാസ്സിൽ കൊണ്ടുവിടുമ്പോൾ ആ സ്കൂള് കുറേ ഡിസിപ്ലിൻ, ഒരു ലിസ്റ്റ്, അച്ചടക്കം അല്ലേ? ഇന്ന സമയത്ത് കുട്ടി വരണം ക്ലാസ്സിൽ, ഇന്ന യൂണിഫോം ആയിരിക്കണം, ഇത്ര പുസ്തകങ്ങൾ കൊണ്ടുവരണം, ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ അല്ലെങ്കിൽ അച്ചടക്കം പാലിക്കപ്പെടുവാൻ വേണ്ടി കുറച്ച് നിർദ്ദേശങ്ങൾ നൽകപ്പെടുന്നുണ്ട്. അത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. ടീച്ചറെ, ഇത്രയും വിശാലമായ കത്തോലിക്ക സഭയിൽ ഇത്രയും പാവനമായ സന്യാസ ജീവിതം, അതിന് ഒരു LKG ക്ലാസ്സിലെ കുട്ടിക്ക് കൊടുക്കുന്ന ഡിസിപ്ലിൻ പോലും വേണ്ട എന്ന് വാശി പിടിക്കുന്ന ഒരു സമൂഹം ഇന്ന് വളർന്നു വരുന്നുണ്ടെങ്കിൽ
അതിന് നമ്മൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് സിസ്റ്റർ സന്യാസം ഒരു തോന്യാസം അല്ല എന്നൊരു ചൊല്ലുണ്ടല്ലോ. സന്യാസം ഒരിക്കലും ഒരു തോന്നിവാസമല്ലല്ലോ. ഓക്കെ ഓക്കെ. ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു സമൂഹമാണ്. ആരും നിർബന്ധിച്ചിട്ട് വരുന്നതല്ല സന്യാസത്തിൽ. സ്വതന്ത്രമായ മനസ്സോടെ നമ്മൾ സ്വന്തം തീരുമാനം എടുക്കുന്നതാണ്. ചിലരൊക്കെ ഇന്ന് സാമൂഹ്യ മാധ്യമത്തിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്ന തെറ്റായ ഒരു ചിന്തയുണ്ട്. തെറ്റായ ഒരു ബോധ്യം സമൂഹത്തിന് കൊടുക്കുകയാണ്. നേർച്ച നേർന്നിട്ടാണ് അച്ഛനാകുന്നത്, അല്ലെങ്കിൽ നേർച്ച നേർന്നിട്ടാണ് സിസ്റ്റേഴ്സ് ആകാൻ പോകുന്നതൊക്കെ. അങ്ങനെ ഒരു കപടമായിട്ടുള്ള എന്തൊക്കെയോ കഥകൾ, മിത്തുകൾ ആളുകളെ ഇന്ന് പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് കാണുന്നുണ്ട്. സ്വതന്ത്രമായ മനസ്സോടെ നമ്മൾ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെയാണ് ഈ സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുന്നതും അതിൽ ജീവിക്കുന്നതും. ചിലരൊക്കെ ഇതിൻ്റെ പ്രായവുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ ചിലത് പറയുന്നുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ, അറിവില്ലാത്ത പ്രായത്തിലാണ് ഇതൊക്കെ തീരുമാനമെടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ സിസ്റ്റർ? ഒരിക്കലും നമ്മുടെ പരിശീലന കാലഘട്ടമാണ്. അതായത് ചിലപ്പം 15 വയസ്സിൽ പോകുന്നവരുണ്ട്, 17 വയസ്സിൽ മടത്തി ചേരുന്നവരുണ്ട്. അതെല്ലാം പരിശീലന കാലഘട്ടമാണ്. 4 വർഷം, 6 വർഷം, 8 വർഷം. വൈദിക പരിശീലനത്തെ സംബന്ധിച്ചാണെങ്കിൽ 15ഉം 16ഉം വർഷങ്ങളുടെ പരിശീലനം കഴിഞ്ഞ ശേഷമാണ് ആ ജീവിതാന്തസ്സിലേക്ക് അവർ പ്രവേശിക്കുന്നത്. സത്യത്തിൽ വിവാഹ ജീവിതത്തിന് എന്ത് പരിശീലനമാണുള്ളത്? സന്യാസത്തെ സംബന്ധിച്ച് ഇത്രമാത്രം പരിശീലനം കഴിഞ്ഞിട്ടാണ്, വേണ്ട അറിവ് കിട്ടിയിട്ടാണ് സന്യാസ ജീവിതം ഒരാൾ തിരഞ്ഞെടുക്കുന്നത്. മടത്തി ചേരുന്നത് സന്യാസ ജീവിതം തിരഞ്ഞെടുത്തെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം നീണ്ട പരിശീലന കാലഘട്ടങ്ങളിലൂടെ അവർ പഠിച്ചും അറിഞ്ഞും എന്താണ് സന്യാസം, അല്ലെങ്കിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്താണ് സന്യാസത്തിൻ്റെ നിയമങ്ങൾ, എന്താണ് സന്യാസത്തിൻ്റെ മനോഹാരിത, ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം വേണോ അവൻ പൂർണ്ണ മനസ്സോടെ സ്വാതന്ത്ര്യം. അതാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത്. ആരും നിർബന്ധിക്കുന്നില്ല അവിടെ. അപ്പൊ സന്യാസ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ആത്മീയ സന്തോഷം കൂടിയാണ്. പിന്നെ സിസ്റ്റർ എന്തുകൊണ്ടായിരിക്കും അപ്പോൾ ഇപ്പോൾ സന്യാസം ഇത്രമാത്രം ചർച്ചാ വിഷയമാകുന്നത്? ടീച്ചർ, സന്യാസം എപ്പോഴും വിമർശിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ആരോഗ്യപരമായ വിമർശനങ്ങൾ അല്ലേ? ഒരു വീട്ടിൽ ഒരു മകൻ തെറ്റ് ചെയ്താൽ അപ്പനവനെ തിരുത്തില്ലേ? അമ്മ തിരുത്തി കൊടുക്കില്ലേ? സഹോദരങ്ങൾ തിരുത്തില്ലേ? എന്നതുപോലെ സന്യാസത്തിലും തിരുത്തലുകൾ വേണം. ഒരുപക്ഷെ സന്യാസത്തിൽ തിരുത്തലുകൾ ഉണ്ടെങ്കിൽ, നല്ല തിരുത്തലുകൾ, ആരോഗ്യപരമായ തിരുത്തലുകൾ ലഭിക്കുമ്പോൾ സന്യാസം കൂടുതൽ ശുദ്ധി ചെയ്യപ്പെടുകയാണ്. അങ്ങനെയാണല്ലോ. സ്വർണം ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ ഈ കാലഘട്ടത്തിൽ സന്യാസം ശുദ്ധി ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വളരെ അധികം സന്യാസ ജീവിതത്തെ ചർച്ച ചെയ്യുകയാണ്. നമുക്ക് സോഷ്യൽ മീഡിയയിലേക്ക് വരാം. സിസ്റ്റർ സിനിമ പിടിച്ചല്ലോ. സിനിമ പിടിക്കുമ്പോഴത്തേക്ക് ഒത്തിരി പേരുമായിട്ട് ഇടപഴകി ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രൊഡ്യൂസർ, മറ്റ് പല രീതിയിൽ അഭിനയത്തിലുള്ളവർ, പ്രൊഡ്യൂസർമാർ, അങ്ങനെയൊക്കെ ഒരു മറ്റുള്ളവരുമായിട്ട് ഇടപഴകി ജീവിക്കുമ്പോൾ നമ്മളെടുക്കേണ്ട ചില മുൻകരുതലുകളും ചില വിഷമകരമായ അവസ്ഥകളുമൊക്കെ ഉണ്ടല്ലോ. ഇതിനെയൊക്കെ സിസ്റ്ററിൻ്റെ മഠത്തിലുള്ള മറ്റുള്ളവർ എങ്ങനെയാണ് നോക്കിക്കണ്ടത്? സിസ്റ്റർ തന്നെ ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നൊന്ന് പറയാമോ? ശരിക്കും ടീച്ചർ ആദ്യം ചോദിച്ചൊരു പോയിന്റ് ഞാനിവിടെ കൊണ്ടുവരികയാണ്. സന്യാസികൾക്ക് സിനിമ പിടിക്കാവോ, സിനിമയാകാവോ? ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നതും അതാണ്. സോഷ്യൽ മീഡിയയിൽ സന്യാസികൾ വരുമ്പോഴത്തേനും ആ സിസ്റ്റർ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്? സന്യാസം ജീവിക്കട്ടെ. നമ്മളൊരു സ്കൂൾ തുടങ്ങുമ്പോഴത്തേനും, പണ്ട് കാലത്ത് നമ്മൾ സ്കൂൾ തുടങ്ങി, നമ്മുടെ സഭയുടെ സ്കൂളുകൾ, സഭയുടെ ആതുരാലയങ്ങൾ, സഭയുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, ഇതിലൂടെയെല്ലാമാണ് ശരിക്കും പറഞ്ഞാൽ കേരളം വളർന്നത്. ശരിക്കും കേരള സംസ്ഥാനത്ത് മാത്രമല്ല, ലോകം മുഴുവൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മിഷണറിമാരുടെ ആതുരാലയങ്ങൾ, അവർ തുടങ്ങി വെച്ച സ്കൂളുകൾ, അവർ തുടങ്ങി വെച്ച സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, അവയിലൂടെയെല്ലാമാണ് ലോക ജനത അറിവുള്ളവരായത്, അല്പം നീതിബോധമുള്ളവരായത് വളർന്നു വന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ സമൂഹം, ഇന്നത്തെ ലോകം സോഷ്യൽ മീഡിയയിൽ ജനിച്ച് ജീവിച്ച് മരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അല്ലേ? അപ്പം നമ്മൾ സ്കൂളും ആശുപത്രിയും മാത്രം പോരാ, ഈ മാധ്യമ ലോകത്തെ, ഈ മാധ്യമ യുഗത്തെ നവീകരിക്കാൻ നമ്മൾ കൂടി ഇതിലേക്ക് ഇറങ്ങണം. നമ്മൾ കൂടി ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്നൊരു ചിന്ത നമുക്കുണ്ട്. ഉത്തരവാദിത്തത്തോടെ നമ്മൾ നിറവേറ്റുവാൻ വേണ്ടിയിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് തന്നെ. സിസ്റ്ററിന്റെ സന്യാസ സമൂഹത്തിൽ നിന്ന് എതിർപ്പുകളൊന്നും വന്നില്ലേ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ? എൻ്റെ സന്യാസ സമൂഹം മനസ്സിലാക്കി. അതായത് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് നല്ല കാര്യങ്ങൾ, ആശുപത്രിയിൽ ഒരു രോഗിക്ക് കൊടുക്കുന്ന അതേ ശുശ്രൂഷ, അവൻ ശാരീരികമായിട്ട് അവൻ രോഗിയാണ് അവിടെ. സോഷ്യൽ മീഡിയ യുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ മാനസികമായിട്ടും മറ്റു പലവിധ വൈകാരികമായിട്ടും അവൻ സമൂഹമായിട്ട് ഇടപെടുന്നില്ല. ഇനി ഇടപെട്ടാൽ തന്നെ അവൻ്റെ ലോകം വേറൊരു ലോകമായി കഴിഞ്ഞു.
അപ്പം അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ഇവിടെയും ആവശ്യമുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി, എൻ്റെ അധികാരികൾക്ക് മനസ്സിലായി, സന്യാസ സമൂഹത്തിന് പൂർണ്ണമായിട്ടും. അപ്പം വലിയൊരു സപ്പോർട്ടുണ്ടായിരുന്നു എനിക്ക്. എപ്പോഴും ചോദിക്കും, ജിയ എന്തായി, വർക്ക് കഴിയാറായോ, ഞങ്ങളിത് കാണാൻ വെയിറ്റ് ചെയ്യാണ്, എത്രയും വേഗം ചെയ്ത് തീർക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നല്ലൊരു സപ്പോർട്ട്. അതുകൂടാതെ നല്ലൊരു പ്രാർത്ഥന, വലിയൊരു കൂട്ടായ്മയുടെ പ്രാർത്ഥന. ഒത്തിരി പേര് ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചു, ഇതിൻ്റെ വിജയത്തിന് വേണ്ടി. സിസ്റ്റർ നിർമ്മിച്ച അല്ലെങ്കിൽ സംവിധാനം ചെയ്ത ഈ സിനിമയിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ കഥയും തിരക്കഥയും സംവിധാനവും സിസ്റ്ററാണ് നിർവഹിച്ചതെന്നാണ്. ഈ സിനിമയിലൂടെ ജനവുമായിട്ട് സംവദിക്കാൻ സിസ്റ്റർ ആഗ്രഹിച്ച പ്രധാനപ്പെട്ട പ്രമേയം അഥവാ ആശയങ്ങളൊക്കെ എന്തൊക്കെയാണ്? മെയിനായിട്ടൊരു 4 ആശയങ്ങളാണ് ഞാൻ മനസ്സിൽ കണ്ടത്. കാരണം ക്ലാസ് എടുക്കുന്നതിലും ഈ സിനിമയിലൂടെ കൊടുക്കാമെന്ന് ഉദ്ദേശിച്ച 4 ആശയങ്ങൾ. കുടുംബങ്ങളിൽ കുട്ടികളുടെ എണ്ണം ഇന്ന് ക്രമാതീതമായിട്ട് കുറഞ്ഞു വരികയാണ്. പറഞ്ഞു കൊടുത്തിട്ടൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല. അപ്പം അതൊരു മെസ്സേജായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. കുട്ടികളുടെ എണ്ണം വേണം, മക്കൾ ദൈവദാനമാണ്, സമ്മാനമാണ്, മക്കൾ കുടുംബത്ത് വേണം എന്നുള്ളൊരു മെസ്സേജ്. രണ്ടാമതായിട്ട് അബോർഷനെതിരെ ഒരു സന്ദേശം നൽകുക എന്നൊരു ഉദ്ദേശമായിരുന്നു. പിന്നീടുള്ളത് നമ്മുടെ ദൈവവിളി പ്രോത്സാഹനം. എന്നറിയാം, സമർപ്പിത ജീവിതത്തിലേക്കും പൗരോഹിത്യ ജീവിതത്തിലേക്കും പലവിധ കാരണങ്ങൾ കൊണ്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ പോലും തടഞ്ഞു നിർത്തുന്ന മാതാപിതാക്കന്മാരും അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരും അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ അതിനൊരു മെസ്സേജ് കൊടുക്കുക. സന്യാസ ജീവിതം അല്ലെങ്കിൽ പൗരോഹിത്യ ജീവിതം എന്താണ്, അല്ലെങ്കിൽ അങ്ങനെ കുട്ടികൾക്കൊരു മോട്ടിവേഷൻ. അതൊരു അടിച്ചമർത്തലല്ല, സ്വാതന്ത്ര്യമാണ്, ഒരുപാട് നന്മയുടെ ജീവിതമാണെന്ന് കാണിച്ചു കൊടുക്കുക എന്നൊരു ആശയം. വേറെ കുഞ്ഞാവേ കിട്ടിയോ? ചുരുക്കത്തിൽ വിവിധ ജീവിതാന്തസ്സുകൾ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുക, അതിൻ്റെ പ്ലസസും മൈനസസും. പിന്നെ അതോടൊപ്പം തന്നെ കുടുംബജീവിതം എങ്ങനെ മനോഹരമാക്കി ദൈവേഷ്ടപ്രകാരം മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു. അതെ, കുടുംബജീവിതത്തെക്കുറിച്ച് നല്ലൊരു സന്ദേശം ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. പേരൻസ് മക്കളെ കെയർ ചെയ്യാതെ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ അപകടങ്ങൾ സംഭവിക്കാം, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്ന മക്കള്, കുടുംബജീവിതത്തിൻ്റെ ആ സന്തോഷവും സൗന്ദര്യമെല്ലാം നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ, അതെല്ലാം നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഫിലിം കണ്ട ആളുകളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്ക് അതാണ്. ഞങ്ങളുടെ കുടുംബജീവിതം ഇങ്ങനെയല്ല പോകേണ്ടതെന്നുള്ള വലിയൊരു സന്ദേശം ഇതിൽ നിന്ന് കിട്ടിയെന്ന് അവരവകാശപ്പെടും. നമുക്ക് സിസ്റ്റർ സംവിധാനം ചെയ്ത വെള്ളിത്തൂവൽ എന്ന ഈ സിനിമയിലെ ചില ഭാഗങ്ങൾ ഒന്ന് കാണാം. അമ്മച്ചി, എന്നോട് പൊറുക്കണം. അമ്മച്ചിക്ക് ആരോടും ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ല. തമ്പുരാൻ പുറത്തത് ഞാൻ പൊറുക്കാതിരുന്നാൽ ഒക്കുവോ? എന്നാലും മക്കൾ എന്നെ കാണാൻ വന്നല്ലോ. ആ, മക്കൾ അകത്തേക്കിരിക്ക, അമ്മച്ചി ഒരു ചായ എടുക്ക. അമ്മച്ചി, ചായ ഒക്കെ ഇനി വീട്ടിൽ പോയിട്ട് കുടിക്കാം. അമ്മച്ചി ഒരുങ്ങ്, അമ്മച്ചിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനേ ഞങ്ങൾ വന്നേ. മോനെ, അത് വേണോ? ഞാൻ അങ്ങോട്ട് വന്നാൽ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ? വേണം അമ്മച്ചി. അമ്മച്ചിയെ ഇത്ര നാളും ഞങ്ങളല്ലേ വിഷമിപ്പിച്ചത്. ഇനി മുതൽ അമ്മച്ചി ഞങ്ങളുടെ കൂടെ വേണം. അമ്മച്ചി, ചട്ടമുണ്ടൊക്കെ എവിടെയാ? ഞാനെല്ലാം പാക്ക് ചെയ്യാം. ഹായ്, ഐ എം ജോസഫ് നലിക്കൽ, ഫിലിം ആർട്ട് ഡയറക്ടർ. സിസ്റ്റർ ജിയ MSJ സംവിധാനം ചെയ്ത എൻ്റെ വെള്ളിത്തൂവൽ എന്ന സിനിമ ഞാൻ കണ്ടു. വളരെ മനോഹരമായിട്ടുണ്ട്. നമ്മുടെ കത്തോലിക്ക സഭയ്ക്ക് വളരെ മുതൽക്കൂട്ടായി മാറുന്ന ഒരു സംവിധായകയായി മാറിയിരിക്കുകയാണ് സിസ്റ്റർ ജിയ. ഇതിനോടകം നവമാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല നല്ല രചനകൾ ചെയ്യുകയും നല്ല ഷോർട്ട് ഫിലിമുകളും സംവിധാനം ചെയ്ത സിസ്റ്റർ ജിയയ്ക്ക്, പ്രത്യേകിച്ച് സന്യാസ സമൂഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സംവിധാനം ചെയ്യുന്ന സിസ്റ്റർ ജിയയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേർന്നുകൊടുക്കുന്നു. താങ്ക് യു. സിസ്റ്ററെ, ഇങ്ങനെ ഈ കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ മനോഹാരിത വിശദീകരിക്കുന്ന ഒരു സിനിമ പിടിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ സിസ്റ്ററിൻ്റെ കുടുംബത്തിനൊരു വലിയ സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിനൊക്കെ പിന്നിൽ ഒരു പാരമ്പര്യം കിടപ്പുണ്ടല്ലോ. ഈ സിനിമ ചെയ്യുമ്പം പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ 10 മക്കളാണ്. പപ്പയ്ക്ക് 65 വയസ്സായിട്ടേ ഉള്ളൂ, മമ്മിക്ക് 63 വയസ്സ്. അപ്പോൾ ഞങ്ങൾ 3 പേര് സിസ്റ്റേഴ്സുണ്ട് 10 പേരിൽ. പിന്നെ ചെറുപ്പം തൊട്ട് ഈ കൂടുതൽ കുട്ടികളുള്ള കുടുംബത്തിൽ നിന്ന് ലഭിച്ച ആ സന്തോഷം, കൂട്ടായ്മ, പങ്കുവയ്ക്കുന്ന മനോഭാവം, ഇതൊക്കെ ഈ ഒറ്റ കുട്ടികളുള്ള അല്ലെങ്കിൽ 1, 2, 3 കുട്ടികളുള്ള വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളിൽ ഇല്ല. പങ്കുവയ്ക്കാനോ സ്നേഹിക്കാനോ പരസ്പരം ഒന്ന് സംസാരിക്കാനോ അങ്ങനെ ഒരു ഇതില്ല, അവിടെ കാണുന്നില്ല. അപ്പോൾ എനിക്ക് ഈ കഥയിലൂടെ മെസ്സേജ് കൊടുക്കാനായിട്ട് സാധിച്ചു. ഈ പറഞ്ഞ മെസ്സേജ് എല്ലാം ദൈവവിളി, അതുപോലെ കുട്ടികളുടെ എണ്ണം കൂടുതൽ വേണം, മാതാപിതാക്കളെ കെയർ ചെയ്യുന്ന കാര്യം, ഇതെല്ലാം അങ്ങനെ ഒരു കഥ രൂപപ്പെട്ടതിന് പിന്നിൽ
എൻ്റെ കുടുംബം തന്നെയുണ്ട്. സിസ്റ്റർ, ഞാൻ ഓർക്കുന്നത് ഈ സിനിമ എന്ന് പറയുന്നത് കാശ് വെച്ചിട്ടുള്ള ഒരു കളിയാണ്. അതെ അതെ. കാരണം സിനിമ ബേസിക്കലി കൊമേഴ്ഷ്യലാണ്. സിനിമ പിടിച്ച് പാപ്പരായ കുടുംബങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്, കോടികൾ ഉണ്ടാക്കിയവരുമുണ്ട്. ഒരു സന്യാസ സമൂഹത്തിൻ്റെ അതിർത്തികളിൽ നിന്നുകൊണ്ടൊരു സിനിമ പിടിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ചിലവ് താങ്ങാൻ പറ്റത്തില്ല. അത് സിസ്റ്ററിൻ്റെ കോൺവെൻറ്റിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലേ? കടബാധ്യതയൊക്കെ വരുത്തി വെച്ചോ? ഇതൊരു നമ്മൾ കൊമേഴ്സ്യലായിട്ട് ചെയ്ത പിക്ചറല്ല, സഭയ്ക്ക് ലാഭം ഉണ്ടാക്കാനോ സഭയ്ക്ക് പൈസ ഉണ്ടാക്കാനോ ചെയ്തൊരു പിക്ചറല്ല. നമ്മൾ ബേസിക്കലി ഈ ക്രിസ്തീയ മൂല്യം കുടുംബങ്ങളിലേക്ക് കൊടുക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യമാണ് നമ്മൾ സിനിമ ചെയ്തതിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ പൈസ പ്രശ്നമായിരുന്നു, സാമ്പത്തിക ബാധ്യതകളുണ്ട്. പക്ഷെ കോൺഗ്രിഗേഷൻ പൂർണ്ണ സപ്പോർട്ടോടുകൂടി പിന്തുണച്ചു. അതുപോലെ ഒരു 10-15 ആളുകൾ സിസ്റ്റർ നല്ല കാര്യത്തിന് ഇറങ്ങിയതല്ലേ, അപ്പം ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകൾ നമ്മളെ സാമ്പത്തികമായിട്ട് സഹായിച്ചു. അവർക്കൊക്കെ കടങ്ങളൊക്കെ തിരിച്ചു കൊടുക്കാനുണ്ട്. ഇനിയും കടമുണ്ടോ? ഉണ്ട്. നമ്മൾ ഫിലിം ഷോയൊക്കെ ചെറിയ കളക്ഷനൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്ന കളക്ഷൻ നമ്മൾ കടം വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നോ പ്രോഫിറ്റ് നോ ലോസ്, ഇതൊന്നും വലിയ ലാഭമൊന്നും ഉണ്ടാക്കണമെന്ന് സിസ്റ്ററിന് ആഗ്രഹമില്ല? ലാഭമല്ല, എനിക്കും എൻ്റെ കോൺഗ്രിഗേഷനും ഒറ്റ ലക്ഷ്യമുള്ളൂ, ഇതുവഴി സുവിശേഷം ലോകത്തിലേക്ക് എത്തിക്കുക. സിസ്റ്റർ, ഞാനൊരു കാര്യം ഓർക്കുന്നതാണ്. സിസ്റ്റർ നേരത്തെ മക്കളുടെ എണ്ണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഈ സന്യാസത്തിലേക്ക് വരുന്നവരുടെ എണ്ണം കുറയുന്നതിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും സിസ്റ്ററിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ? അതിനൊരു പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, കുടുംബങ്ങളിലെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. 2, ഇന്ന് അനന്തവിശാലമായ ലോകം തുറന്നു കിടക്കുകയാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ, ജോലി സാധ്യതകൾ, ഫ്രീഡം. ഇന്നത്തെ ലോകം വിചാരിക്കുന്ന ഒരു ഫ്രീഡം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ളൊരു ഫ്രീഡമാണല്ലോ. 3, സന്യാസത്തിൻ്റെ മനോഹാരിത, അത് പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു, പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർ. അപ്പോൾ സന്യാസത്തിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കി ഏതെങ്കിലും മക്കൾ അതിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും അവരെ തടയുന്ന മാതാപിതാക്കൾ, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്. അപ്പോൾ സന്യാസത്തിൽ ജീവിതസാക്ഷ്യങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, അതിൽ നിന്നും ലോകത്തിൻ്റെ ഒരു വഴിയിൽ ലോകത്തിൻ്റെ സുഖം കൂടുതലായി ആകർഷിക്കപ്പെടുന്നു. അത് പണ്ടുകൊണ്ട് ഇന്നുമുണ്ട്. പക്ഷേ അത് തിരുത്തി കൊടുക്കേണ്ടവർ തിരുത്തി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കാരണം. പക്ഷേ സിസ്റ്റർ, എനിക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അനുഭവം ഉണ്ടായി. ഞാനൊരു സെമിനാരി ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ നാനോ ടെക്നോളജിയിൽ PhD കഴിഞ്ഞ ഒരാൾ സെമിനാരിലിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ചില വ്യത്യസ്തമായ നവീനമായ വിളികളും ഇതിനിടയിൽ സംഭവിക്കുന്നില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. അവർ സന്യാസത്തിൻ്റെ മനോഹാരിത തിരിച്ചറിഞ്ഞവരാണ്, ആ സന്തോഷം അനുഭവിച്ചിട്ട് കടന്നു വന്നിട്ടുള്ളവരാണ്. അപ്പോൾ ഈ സന്യാസത്തിൻ്റെ മനോഹാരിത മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിൽ സന്യാസ സമൂഹങ്ങളും പരാജയപ്പെടുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ സിസ്റ്റർ എന്ത് ഉത്തരം പറയും? സന്യാസ സമൂഹങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് പറയില്ല. നേരത്തെ മാതാപിതാക്കൾക്കിട്ടാണ് ഇത് വെച്ചതേ. മാതാപിതാക്കളുടെ ഉത്തരവാദിത്തത്തെക്കാൾ ഏറെ സന്യാസത്തിൻ്റെ സൗരഭ്യം മറ്റുള്ളവർ മനസ്സിലാക്കണമെങ്കിൽ സന്യാസ സമൂഹത്തിന് അവിടെ ഒരു പങ്കില്ലേ സിസ്റ്റർ? സന്യാസ സമൂഹത്തിന് പങ്കുണ്ട്. അവിടെയും ഇവിടെയൊക്കെ നടക്കുന്ന ചില സംഭവങ്ങൾ സന്യാസ സമൂഹത്തെ ബാധിക്കുന്നുണ്ട്, അത് വലുതായിട്ട് കാണിക്കപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ടീച്ചറിൻ്റെ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ടീച്ചർ പറഞ്ഞൊരു പോയിന്റ്, എവിടെയാണോ ഏറ്റവും വിശേഷമായിട്ടുള്ളതിന് ഒരു അപകടം അല്ലെങ്കിൽ ഒരു കുറവ് സംഭവിക്കുന്നത് അത് എടുത്തു കാണിക്കും. അങ്ങനെ നമ്മുടെ സന്യാസത്തിലൊരു ചെറിയൊരു ഇഷ്യൂ വരുമ്പോഴത്തേനും അത് എടുത്തു കാണിക്കപ്പെടുകയാണ്. അത് 1% താഴെ ഉള്ള കാര്യങ്ങൾ മാത്രമാണല്ലോ സിസ്റ്റർ. എങ്കിൽ പോലും ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ഒരു ട്രെൻഡ് ഈ സന്യാസ സമൂഹങ്ങളെ അല്ലെങ്കിൽ സന്യാസത്തിൻ്റെ നന്മകളെ ഒരിക്കലും അവർ കാണിക്കാൻ ശ്രമിക്കുന്നില്ല. അല്ല, സോഷ്യൽ മീഡിയയ്ക്ക് അവരുടെ ഹിഡൻ അജണ്ടകളുണ്ട് അതിനകത്തല്ല. എത്രയോ മദർ തെരേസയെ പോലെ എത്രയോ സിസ്റ്റേഴ്സ്, എത്രയോ അച്ഛന്മാർ സാമൂഹിക സേവനങ്ങൾ വിദ്യാലയങ്ങളിൽ അല്ലെങ്കിൽ എയ്ഡ്സ് രോഗികൾ, ക്യാൻസർ രോഗികൾ, പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ, നമ്മുടെ കത്തോലിക്ക സഭയിൽ 4 ലക്ഷത്തോളം വരുന്ന വൈദികരും ഏകദേശം 8 ലക്ഷത്തോളം വരുന്ന സന്യസ്തരുമുണ്ട്. ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ശുശ്രൂഷകൾ എത്രയോ ത്യാഗം നിറഞ്ഞ ശുശ്രൂഷകളാണ്. ആരെങ്കിലും മദർ തെരേസയെ പോലെ ശുശ്രൂഷിക്കുന്ന ഒരാളെ ഇന്ന് ചർച്ചയ്ക്ക് വിളിക്കുക, നിങ്ങളുടെ ശുശ്രൂഷ മേഖലകളെക്കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യുമെന്ന് പറയുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ ശുശ്രൂഷിക്കുന്ന എയ്ഡ്സ് രോഗികളെ ഞങ്ങളൊരു ഫീച്ചർ ഇടാമെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മുഖ്യധാര ചാനലുണ്ടോ? ഇല്ല. അപ്പം ഒരു വിധത്തിൽ ചാനലുകൾ ഇന്ന് നമ്മളെ സന്യാസ ജീവിതത്തെ അല്ലെങ്കിൽ പൗരോഹിത്യ ജീവിതത്തെ ഇകഴ്ത്തി കാണിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പുറമേ നിന്ന് അതിന് പറ്റിയ ആൾക്കാരെ അവർ കണ്ടെത്തും.
അതിന് പറ്റിയ ആൾക്കാരെ മാത്രമേ അവർ കണ്ടെത്തുള്ളൂ. ഓക്കെ ഓക്കെ. നമ്മൾ പലപ്പോഴും കാണുന്നുണ്ടല്ലോ, ഞാൻ പറയാതെ തന്നെ ടീച്ചറിന് അറിയാലോ, പല ചർച്ചകളിലും എത്രയോ ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിയുന്നവർ, കാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയെക്കുറിച്ച് പറയാൻ സാധ്യതയുള്ളവരും നമുക്ക് ക്ഷണിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള അതിഥികളുണ്ട്. അവരെയൊന്നും ഒരിക്കലും വിളിച്ചു കാണാറില്ല. അതായത് എവിടെയെങ്കിലും നമ്മൾ, അതെ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കടയിൽ പോയി കുറച്ച് ആപ്പിൾ മേടിക്കുകയാണ്, നമ്മൾ ആരെങ്കിലും പോയിട്ട് ഒന്നിച്ചൊരു ആപ്പിളിങ് വാരിയെടുക്കുകയാണ് ചെയ്യുക? ഇല്ല, അതിനകത്ത് നല്ല ആപ്പിളുകൾ നമ്മൾ സെലക്ട് ചെയ്യും, അല്ലേ? അപ്പോൾ സന്യാസത്തിൽ അല്ലെങ്കിൽ പൗരോഹിത്യ ജീവിതത്തിൽ എത്രയോ നല്ല ഫലങ്ങളുണ്ട്. ഇതിൽ നിന്ന് ഒന്നിനെ പോലും എടുക്കാതെ ഈ പുഴുക്കുത്തിയതിനെ കൊണ്ടുവച്ച് ഷോക്കേസിൽ കൊണ്ടുവെക്കുക. സിസ്റ്റർ പറഞ്ഞു വരുമ്പോൾ എനിക്ക് അങ്ങനെയല്ലേ ചെയ്യുന്നത്? മനസ്സിലാകുന്നു. അതെ, അത് സന്യാസ ജീവിതം ഇന്ന് വിമർശിക്കപ്പെടണം. ആരോഗ്യപരമായ വിമർശനം അത് വളർത്തും. ഒരു മകനെ തെറ്റുപറ്റിയ, ഞങ്ങളൊക്കെ നിങ്ങളെപ്പോലെയുള്ള കുടുംബങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ്, ഞങ്ങളുടെ ജ്യേഷ്ഠത്തിയോ അമ്മയോ സഹോദരിയൊക്കെയാണ് നിങ്ങൾ, അല്ലെങ്കിൽ എന്നെ കാണുന്ന പ്രേക്ഷകർ, നിങ്ങൾ ഞങ്ങളെ കറക്റ്റ് ചെയ്യണം. ആരോഗ്യപരമായിട്ടുള്ള വിമർശനങ്ങൾ ഞങ്ങളെ വളർത്തുകയുള്ളൂ, സത്യസന്ധമായ വിമർശനങ്ങൾ. പലപ്പോഴും ഇന്ന് അങ്ങനെ ഒരു വിമർശനം അല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയെങ്കിലും കത്തോലിക്ക വിശ്വാസത്തെ, സഭയുടെ അടിസ്ഥാന ഘടകമായിട്ട് നിൽക്കുന്ന സന്യാസ ജീവിതത്തെയൊക്കെ തകർക്കുക, സാത്താൻ്റെ ഒരു പരീക്ഷണം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അല്ല, നമുക്കൊരു ചെക്ക് ആൻഡ് ബാലൻസ് എപ്പോഴും നല്ലതാണല്ലോ. അപ്പോൾ ആരോഗ്യപരമായ വിമർശനങ്ങളിലൂടെ നമ്മളിൽ തന്നെ പരിവർത്തനം ചെയ്യേണ്ട ചില മേഖലകളോ ഒക്കെ കറക്റ്റ് ചെയ്യേണ്ട ചില ഫോഴ്സസൊക്കെ കണ്ടുപിടിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇന്നിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല എന്നാണ് സിസ്റ്റർ പറഞ്ഞു വരുന്നത്, അല്ലേ? അതായത് ഇന്ന് പല വിധത്തിലും അങ്ങ് കാടടച്ച് വെടിവെക്കുന്ന ഒരു രീതിയാണ് സന്യാസ ജീവിതത്തെക്കുറിച്ച്. പൊതുജനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആഴപ്പെട്ട വിശ്വാസമുള്ള ക്രൈസ്തവ കത്തോലിക്ക കുടുംബങ്ങളിൽ നിന്ന് ഉള്ള ഒരു സഹോദരനോ സഹോദരിയോ ഇങ്ങനെ കാടടച്ച് വെടിവെക്കാൻ നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അതല്ല സത്യം. പക്ഷേ അങ്ങനെയല്ലാതെ ഇന്നിപ്പം സഭയിൽ തന്നെയുള്ളവർ, നാമമാത്രമായ ക്രിസ്ത്യാനികൾ, കൂടാതെ നമുക്കറിയാം പലരും ഹിഡൻ അജണ്ടാസ് വെച്ചിട്ടാണ് സഭയെ തകർക്കുക. ഇപ്പോൾ വരുന്ന പല ചർച്ചകളും അല്ലെങ്കിൽ പല വാർത്തകളും എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി കൈ കൊണ്ടുവരിക എന്നുള്ളൊരു ചിന്തയോട് കൂടിയാണ്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ നമ്മൾ കാടടച്ച് വെടിവെക്കുക അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആക്ഷേപിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. സിസ്റ്ററെ, സാമൂഹ്യ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ടെലിവിഷൻ പോലുള്ള ചാനലുകളിൽ സന്യാസത്തെ വളരെ അപകീർത്തിപരമായ രീതിയിൽ ഇപ്പോൾ വിമർശിക്കപ്പെടുന്നുണ്ട്. മറുവശത്ത് വലിയൊരു മൗനവും ഞാൻ കാണുന്നുണ്ട്. പ്രതികരിക്കാൻ ആൾക്കാരില്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ എവിടെയോ ഒരു മൗനം. ഇതിങ്ങനെ പോയാൽ ഇതാണോ ശരിയായ രീതി? ടീച്ചർ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആരോഗ്യപരമായ വിമർശനങ്ങൾ ആകാമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള പ്രതികരണങ്ങളും ആവശ്യമാണ്, അല്ലേ? കാരണം കാലം മാറി. ഈ മൗനം, ഈ ദീർഘമായ മൗനം വലിയൊരു അപകടത്തിലേക്കായിരിക്കും ഒരുപക്ഷെ നമ്മൾ എത്തിക്കുക. അതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള പ്രതികരണങ്ങൾ ആവശ്യമാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു നിലപാട്. ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ മനസ്സിലും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ യേശുവിൻ്റെ മൗനവും യേശുവിൻ്റെ ചില സമയത്തുള്ള ഇടപെടലുകളും നമുക്ക് അങ്ങനെയാണെങ്കിൽ എങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും? ക്രിസ്തുവിൻ്റെ ഇടപെടലുകൾ നമുക്കറിയാം. ദേവാലയത്തിൽ വന്ന് ചാട്ടവാറ് എടുത്ത ക്രിസ്തു പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ചു. അതുപോലെ മൗനം പാലിക്കേണ്ടടുത്ത് മൗനം പാലിച്ചു, കരയേണ്ടടുത്ത് കരഞ്ഞു, ചേർന്ന് നിൽക്കേണ്ടടുത്ത് ചേർന്ന് നിന്നു, ചേർത്ത് നിർത്തേണ്ടവനെ ചേർത്ത് നിർത്തി. അങ്ങനെയെങ്കിൽ ക്രൈസ്തവരായ നമുക്കും കത്തോലിക്കരായ നമുക്കും പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. നമ്മുടെ മൗനം വലിയൊരു വിപത്തിലേക്ക് പോകും. ഇതേക്കുറിച്ച് സഭ എന്താണ് പറയുന്നതെന്ന് നമുക്ക് ശ്രവിക്കാം. പ്രിയപ്പെട്ടവരെ, തിന്മയെ നന്മ കൊണ്ട് നേരിടുന്ന സഭയെ നിശബ്ദമാക്കുക എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യം ഇന്ന് കൂടുതൽ സജീവമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. സഭയിൽ ഒറ്റപ്പെട്ട വീഴ്ചകളും കുറവുകളും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ആരും നിഷേധിക്കുന്നില്ല. ഏതെങ്കിലും സഭാധികാരികളുടെ കുറവിനെ ന്യായീകരിക്കാനോ കുറ്റങ്ങൾക്ക് മറപിടിക്കാനോ സഭ ഇന്നേ വരെയും ഒരു വിശ്വാസിയോടും ആവശ്യപ്പെട്ടിട്ടില്ല, ആവശ്യപ്പെടുകയുമില്ല. കാരണം ഈ സഭയാണ് ലോകത്തെ തെറ്റിനെ തെറ്റെന്ന് വിളിക്കാനും ശരിയെ ശരിയെന്നും വിളിക്കാൻ പഠിപ്പിച്ചത്. പക്ഷേ സഭയുടെ ശബ്ദത്തെ നിർവീര്യമാക്കാൻ സംഘാതമായ ശ്രമം നടക്കുമ്പോൾ സഭയുടെ മക്കൾ ഇതേക്കുറിച്ച്
ജാഗ്രത പുലർത്തേണ്ട സമയം അതിക്രമിച്ചു എന്ന തിരിച്ചറിവ് നമുക്കാവശ്യമുണ്ട്. ഈ സഭയെന്ന് പറയുന്നത് ഒരു സംഘടനയല്ല, ഒരു പ്രസ്ഥാനമല്ല, മറിച്ച് അത് ഈശോ മിശിഹായുടെ തിരുശരീരം തന്നെയാണ്. അതിനാൽ സഭയ്ക്കേൽക്കുന്ന ഓരോ മുറിവുകളും കർത്താവിൻ്റെ തിരുമുറിവുകൾക്ക് സമാനമാണ്. സാവൂൾ സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാനെന്ന് സഭയെ പീഡിപ്പിച്ച സാവൂളിനോട് പറഞ്ഞ അതേ വചനങ്ങൾക്ക് ഈ 21 നൂറ്റാണ്ടുകൾക്കിപ്പുറത്ത് വലിയ കാലിക പ്രസക്തിയുണ്ട് എന്ന് ഓരോ വിശ്വാസിയും തിരിച്ചറിയണം. സഭയ്ക്കെതിരായി നടത്തപ്പെടുന്ന ഓരോ കരുനീക്കങ്ങളുടെയും യഥാർത്ഥ ലക്ഷ്യമെന്ത് എന്ന്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരൊക്കെയെന്ന്, ഇത്തരക്കാരുടെ ഗൂഢലക്ഷ്യങ്ങളെ എപ്രകാരം പ്രതിരോധിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് സഭയുടെ മക്കൾക്ക് വേണ്ടത്ര വിചാരവും വിവേകവും അനിവാര്യമാണ് എന്ന് മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കുക. ദൈവം തിരുസഭയിലൂടെ നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നന്ദി പിതാവേ. നമ്മുടെ ക്ഷമയും നമ്മുടെ വിവേകവും നമ്മുടെ ബലഹീനതയായി വ്യാഖ്യാനിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതെ. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ സിസ്റ്റർ, പണ്ടൊക്കെ വീട്ടമ്മമാരുണ്ടല്ലോ, വീടുകളിൽ എല്ലാം സഹിച്ചും എല്ലാം ക്ഷമിച്ചും എല്ലാം മറന്നും പുറത്തും ജീവിച്ചിരുന്നു. ഇന്നവർക്ക് മനസ്സിലായി കാലം മുന്നോട്ട് പോയി, ലോകം മാറി, നിലപാടുകൾ മാറണം. വീട്ടമ്മമാരൊക്കെ ഇന്ന് ഉണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ സന്യാസ ലോകത്തും അതുപോലൊരു ഉണർവ് ഉണ്ടാകണ്ടേ? സന്യാസത്തിലെ ഉണർവ് ഉണ്ടാകുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണല്ലോ ഒരു സിസ്റ്റർ ഒരു സിനിമ എടുത്തു തന്നെ. നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വരിക, അത് സന്യാസത്തിൻ്റെ ഒരു ഉണർവാണ്. എന്ന് വെച്ച് നമ്മൾ സന്യാസ നിയമങ്ങളോ അല്ലെങ്കിൽ സന്യാസ ജീവിതത്തിൻ്റെ തനിമയോ സന്യാസ ജീവിതത്തിൻ്റെ അന്തസത്തയോ ഒന്നും നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ല. പക്ഷേ കാലം മാറിയതനുസരിച്ച് സന്യാസ ജീവിതവും മാറിയിട്ടുണ്ട്, മാറിക്കൊണ്ടാണ് ഇരിക്കുന്നത്, മാറേണ്ടിയിരിക്കുന്നു ഇനിയും. പ്രത്യേകിച്ച് സന്യാസ പരിശീലനത്തിൽ ഒക്കെ സമൂല മാറ്റം അനിവാര്യമാണ്. ഈ ഒരു മാറ്റം കുടുംബത്തിലേക്കും കൂടി എത്തി നിൽക്കണം. സിസ്റ്ററെ, നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞു, സിനിമയെക്കുറിച്ച് പറഞ്ഞു, സന്യാസത്തെക്കുറിച്ച് പറഞ്ഞു. ഞാനൊരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. ഈ സന്യാസിനി സിനിമ പിടിച്ചു, നഷ്ടക്കച്ചവടമാണോ അല്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, നമ്മളതിൻ്റെ സാമ്പത്തികം ചർച്ച ചെയ്ത് കഴിഞ്ഞു. എന്നാലും എൻ്റെ മനസ്സിലൊരു സംശയം, ഈ സിനിമ വിജയമായിരുന്നു എന്ന് സിസ്റ്ററിന് തോന്നുന്നുണ്ടോ? വിജയമായിരുന്നു എന്നല്ലേ? ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഈ ഫിലിം വിജയിച്ചോ ഇല്ലയോ എന്നൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ സ്വർഗത്തിൻ്റെ വീക്ഷണത്തിൽ ഈ വെള്ളിത്തൂവൽ വലിയൊരു വിജയമായി കഴിഞ്ഞു. ഇതിനകത്ത് ബാലതാരമായിട്ടുള്ള സാം എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് ഫിലിമിൽ ടോംസ് എന്ന കഥാപാത്രത്തെ അഭിനയിച്ചിട്ടുള്ളത്. അവൻ്റെ ജീവിതം ഏറെക്കുറെ നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെ ചെറിയ വികൃതികളും കുടുംബത്തിൽ നിന്ന് സ്നേഹം ലഭിക്കാത്തതിൻ്റെ ചില അസ്വസ്ഥതകളൊക്കെ അങ്ങനെയൊക്കെ കാണിക്കുന്ന, കുടുംബത്തിൽ നിന്ന് സ്നേഹം ലഭിക്കുന്ന ഒരു കുട്ടിയാണ്. പക്ഷേ കൊച്ചു കൊച്ചു വികൃതികളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അവൻ്റെത്. ടോംസ്, നീ പഠിച്ചു വലുതാകുമ്പോൾ ആരാകാൻ ആഗ്രഹിക്കുന്നേ? ഞാനാകാൻ. അതല്ല, സിസ്റ്റർ കാര്യമായിട്ട് ചോദിക്കുവാ. ഫൈറ്റർ. അതാകുമ്പോ നാലാളെ ഇടിക്കാലോ. അല്ല വേണ്ട. ആ, ഇത് മതി. സ്പൈഡർമാൻ. ടോംസ് അങ്ങനെയല്ല. പിന്നെങ്ങനെ? കുറച്ചുകൂടി വലിയ കുട്ടിയാകുമ്പോ സിസ്റ്റർ പറയുന്നത് നിനക്ക് മനസ്സിലാകും. ഞാൻ വലിയ കുട്ടിയായി. വേഗം പറ. ഹോ, ഇങ്ങോട്ടിറങ്ങ. ഓ, നിന്റെ വികൃതിയൊക്കെ മാറ്റി ആദ്യം നീ ഒരു നല്ല കുട്ടിയാവണം. പിന്നെ ഈശോ നിനക്കായി ഒരുക്കിയിരിക്കുന്ന ദൈവവിളി ഏതാന്ന് തിരിച്ചറിഞ്ഞ് ആ വഴി നീങ്ങണം. ഇപ്പം മുതൽ നീ അതിനായി പ്രാർത്ഥിക്കണം. ഞാനോ? ഓ മൈ ഗോഡ്. വികൃതി മാറ്റണം, ദൈവം വിളിക്കുമ്പോ കേക്കണം, ഇപ്പോൾ മുതൽ പ്രാർത്ഥിക്കണം. അതെ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഈ പണി ശരിയാകില്ല അമ്മച്ചി. ടോംസ്, ഇതൊരു കൊച്ചു സമ്മാനം സിസ്റ്ററിന്റെ വക. ഇത് കാണുമ്പോഴൊക്കെ നിനക്ക് നന്മകൾ ചെയ്യാൻ തോന്നണം. നിന്റെ ഓർമ്മയുള്ള കാലത്തോളം ഈ തൂവൽ നീ സൂക്ഷിച്ചു വെക്കണം.
ഇതുള്ള എങ്ങനെയുണ്ട്? ടോംസ്, സോറി ഞാനിത് സൂക്ഷിച്ചു വെച്ചോളാം. പോട്ടെ സിസ്റ്റർ. ഈശോയെ. Cut it. Back up. എപ്പോഴും ശരിയായിരിക്കട്ടെ. സുഖാണോ? അച്ഛനുണ്ടാകത്ത് ചോദിച്ചനും ഓഫീസ് നടല്ലേ? ബ്രദർ സാം, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും ശരിയായിരിക്കട്ടെ. സാമേ സുഖാണോ? അച്ഛാ, ഇതാ ഞാൻ പറയാറില്ല. സിസ്റ്റർ ജിയ, നമ്മുടെ വെള്ളിത്തൂവൽ സിനിമയുടെ എല്ലാമായ സിസ്റ്റർ. സിസ്റ്ററിനെ പറ്റി ബ്രദർ സാം എന്നോട് ധാരാളം പറഞ്ഞിട്ടുണ്ട്. വെള്ളിത്തൂവൽ സിനിമ ഞാൻ കാണുകയും ചെയ്തു. ഒരു നല്ല സിനിമ. സിസ്റ്ററിന് പ്രത്യേകമായി അനുമോദനങ്ങൾ. താങ്ക് യു അച്ഛാ. അച്ഛാ, എനിക്ക് യഥാർത്ഥത്തിൽ ദൈവവിളി തിരഞ്ഞെടുക്കാൻ സാധിച്ചത് ഈ സിനിമയുടെ ചിത്രീകരണത്തിലൂടെയാണ്. ആദ്യമൊക്കെ ഇതിൻ്റെ ഷൂട്ടിംഗ് വളരെ തമാശയോടെയാണ് ഞാൻ കണ്ടിരുന്നത്. എങ്കിലും പിന്നീട് ഇതിൻ്റെ ഓരോ സീനുകളും എൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിക്കുന്നതായിരുന്നു. ഇതിൻ്റെ ഷൂട്ടിംഗ് പൂർത്തിയായി കഴിഞ്ഞ് വീട്ടിലായിരിക്കുമ്പോഴാണ് ഞാൻ അഭിനയിച്ച കഥാപാത്രത്തിൻ്റെ മനസ്സ് വായിച്ചെടുക്കാൻ എനിക്ക് സാധിച്ചതും അത് ഞാൻ തന്നെയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സിസ്റ്റർ, ഞാൻ ഈ സെമിനാരി ജീവിതം ആത്മീയമായി ആസ്വദിക്കുകയാണ്. നന്നായി വരട്ടെ മോനെ. നീ വിശുദ്ധനായൊരു വൈദികനാണ്. സിസ്റ്റർ പ്രാർത്ഥിക്കാം. സിസ്റ്റർ, ഈ സെമിനാരിയിലെ ഏറ്റവും നല്ല വൈദിക വിദ്യാർത്ഥികളിൽ ഒരാളാണ് സാം. നന്നായി പഠിക്കുന്ന, നന്നായി പ്രാർത്ഥിക്കുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന മിടുക്കൻ കുട്ടി. ഐ ആം ടോട്ടലി ഇംപ്രസ്ഡ്. ശരി, സാം പോയി പ്രാർത്ഥിച്ചോളൂ. നമ്മൾ ഓരോ നന്മ ചെയ്യുമ്പോഴും ഈശോ നമുക്ക് ഓരോ വെള്ളത്തൂവൽ തരും. ഞാനിതിപ്പോൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് സിസ്റ്റർ. ഇത് കാണുമ്പോഴൊക്കെ നിനക്ക് നന്മകൾ ചെയ്യാൻ തോന്നണം. നിന്റെ ഓർമ്മയുള്ള കാലത്തോളം ഈ തൂവൽ നീ സൂക്ഷിച്ചു വെക്കണം. ഞാനിത് സൂക്ഷിച്ചു വെച്ചോളാം. ഞങ്ങളാരും ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഇവൻ സെമിനാരി പോകുമെന്ന്. ഞങ്ങൾ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു ഷോട്ട് കഴിഞ്ഞാൽ അടുത്ത ഷോട്ടിന് ഇവനെ വേറെ ഏതെങ്കിലും കാട്ടിൽ പോയി പിടിച്ചുകൊണ്ട് വരണം. അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു ചെറിയ ചെറിയ വികൃതി കാണിച്ച് നടക്കുന്നൊരു സ്വഭാവമായിരുന്നു. അപ്പോൾ ഒരിക്കലും ഞങ്ങളാരും വിചാരിച്ചിട്ടില്ല ഇവൻ സെമിനാരി പോകുമെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്വർഗത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രമാണ്. തീർച്ചയായിട്ടും സന്യാസിയെ സിനിമ പിടിച്ചാൽ വിജയിക്കും. ക്രിസ്തുവിൻ്റെ സ്നേഹം കൊടുക്കാൻ അല്ലെങ്കിൽ ക്രിസ്തു സന്ദേശം കൊടുക്കാനായിട്ട് നമ്മൾ ആ നന്മയുടെ ചിന്തയിൽ നിന്നാണ് നമ്മളത് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും സന്യാസി പിടിച്ചാലും വൈദികൻ പിടിച്ചാലും ആ സിനിമ വിജയിച്ചിരിക്കും. താങ്ക് യു സിസ്റ്റർ. സിസ്റ്റർ ഇത്രയും പങ്കുവച്ചല്ലെന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത്, സന്യാസത്തിന് അനേകം സാധ്യതകളാണുള്ളത്. തീർച്ചയായിട്ടും ആ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് അധികാരികളുടെ അനുവാദത്തോടു കൂടി നമുക്ക് പുതിയ വാതായനങ്ങൾ തുറക്കാൻ ഏതൊരു സന്യാസിനിക്കും സന്യാസ സഭയിൽ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയായാൽ സന്യാസത്തിന് സൗന്ദര്യവുമുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഇതുപോലുള്ളൊരു ചിന്തകളിലേക്ക് നമ്മളെ നയിച്ചതിനും സന്യാസത്തിൻ്റെ വിവിധ മാനങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിച്ചതിനും സിസ്റ്റർ എടുത്ത എല്ലാ പരിശ്രമങ്ങൾക്കും നന്ദി പറയുന്നു. സിസ്റ്ററിൻ്റെ ഈ സിനിമയുടെ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.
വെള്ളിച്ചിറകിന്റെ തൂവൽ തലപ്പിലെ സ്വർണ്ണ നിറമാർന്ന സ്വപ്നക്കൂട്ടിൽ നിന്നും തുള്ളിക്കളിക്കുന്ന മാലാക കൂട്ടങ്ങൾ വർണ്ണ വിളക്കു തെളിച്ച പോലെ